3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വീണ്ടും തിയേറ്ററുകളിലേക്ക് മണിച്ചിത്രത്താഴ് വരികയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 93 സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ എത്തുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സിനിമ വരുന്നു. ആ ഒരു ടൈം ഗ്യാപ്പും പുതിയ രൂപത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും, പക്ഷേ ഒന്നും മാറ്റാനില്ല. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട് ഓരോ കഥാപാത്രങ്ങളെയും ഓരോ ഡയലോഗുകളെയും പ്രേക്ഷകർക്ക് അത്ര ഓർമ്മയുണ്ട്. വീണ്ടും അത് തിയേറ്ററിലേക്ക് വരുമ്പം എന്താണ് ആദ്യം ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ മനസ്സിൽ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. നമുക്കൊരു സിനിമ പുതിയ ഫോർമാറ്റിൽ 4K അറ്റ്മോസിൽ പുതിയ ജനറേഷന് 31 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഒരു 31 വയസ്സും അതിൻ്റെ പുറത്തേക്ക് ഒരു 9 വയസ്സാണ് കൂട്ടുക. ഒരു 9 വയസ്സുള്ള ഒരാളന്ന് സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഒരു 40 വയസ്സിന് ഇപ്പുറത്തേക്കുള്ള ആൾക്കാർക്ക് ആ സിനിമ വീണ്ടും കൂടെ ഒന്ന് പുതിയ സിനിമ മാതിരി, ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന മാതിരി കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരു അങ്ങനത്തെ ഒരു സിനിമ നൽകാവുന്നൊരു സന്തോഷവും ഭാഗ്യമൊക്കെ തന്നെ തോന്നുന്നത്. നമ്മൾ ഈ ഇരിക്കുന്ന റൂമിനൊരു പ്രത്യേകതയുണ്ട്, അത് സാർ തന്നെ പറഞ്ഞു തുടങ്ങാം. അതെ അതെ, ഇവിടെ മണിച്ചിത്രത്താഴിൻ്റെ സമയത്ത് ഇവിടെയായിരുന്നു, ഈ BTH ഹോട്ടലിലായിരുന്നു. പിന്നെ അവസാനം CBI ഫൈദ ബ്രെയിൻ എടുക്കുമ്പോൾ ഇതേ ഹോട്ടൽ തന്നെ. എന്തുകൊണ്ടാണ് ഈ ഹോട്ടൽ കൊച്ചിയിലെ ഭാരത് ഹോട്ടലിൽ തന്നെ? അത് ഞാൻ നോൺ വെജ് കഴിക്കില്ല, ഞാൻ പ്യുവർ വെജാണ്. പിന്നെ പണ്ട് നമ്മളൊരു സ്ഥലത്ത് വന്നിങ്ങനെ ശീലിച്ചു പോയല്ലോ. ശീലിച്ചു പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറാൻ നമുക്കിങ്ങനെ ഒരു കാരണമൊന്നും വന്നിട്ടില്ല. നമ്മളിവിടെ എപ്പോൾ ചോദിച്ചാലും റൂം തരും. പിന്നെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. മെയിൻ കാരണം പ്യുവർ വെജായിട്ട് കാരണമാണ് എനിക്ക്. പിന്നെ വരാനൊക്കെ സൗകര്യമാണ്. എറണാകുളം സൗത്തിലേക്ക് പോകാൻ അടുത്താണ്. അപ്പോൾ അങ്ങനെ അങ്ങ് ഇതിൽ വന്നു, അത് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ടൈറ്റിൽ ബാനർ കാണിക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു പേരാണ് സ്വർഗചിത്ര എന്ന പേര്. ഒരുപാട് സിനിമകളുണ്ടല്ലോ, പറഞ്ഞ ഗോഡ് ഫാദർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് സിനിമകളുണ്ട്. എന്തുകൊണ്ടാണ് മണിച്ചിത്രത്താഴ് തന്നെ നമുക്ക് റിലീസിന് എടുക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് സാറ് പോകുന്നത്? മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്താലും അത് ഓടുന്നു പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ സോമൻ പിള്ള എന്ന് പറയുന്നത്, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നത്. ഈ സ്പടികം പോയല്ലോ, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കിത് ചെയ്താൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധം, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, പണ്ട് മുതലേ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാനങ്ങനെ സമ്മതിച്ചു. അപ്പം ഇദ്ദേഹം ഇത് 4K ആക്കി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത് നന്നായിട്ടുണ്ടല്ലോ, ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് വർക്കൗട്ടായിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം സിനിമ കണ്ടത്, പക്ഷേ 4K സൗണ്ടിൽ നമ്മൾ കണ്ടുമ്പോൾ നമുക്ക് അല്പം പോലും ബോറടിക്കുന്നില്ല. പുതിയ സിനിമ കണ്ട പോലെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതിന് മെയിനായിട്ടുള്ളത് അതിൻ്റെ ഇതിവൃത്തവും അതിൻ്റെ ഒരു സിനിമയുടെ ഒരു മേൽമ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4K സൗണ്ട് സിസ്റ്റം എന്നുള്ളത് അതൊരു പ്ലസ്സാണ്. എന്നാൽ കൂടെ അതിൻ്റെ ഇതിവൃത്തം എന്നും പുതുമയുള്ള ഇതിവൃത്തം, മനുഷ്യ മനസ്സിൻ്റെ കഥയല്ലേ. ആ കഥയ്ക്കൊരു ആ കഥ എന്ന് പറഞ്ഞാൽ ആ കഥ അങ്ങനത്തെ ആ പുതുമയുള്ള കഥയല്ലേ. അതിൽ ഇതിവൃത്തം ഇനി 1000 വർഷം കഴിഞ്ഞാൽ ആ ഇതിവൃത്തത്തിന് ഒരു അല്ലേ ഡോക്ടറെ, ആ ഇതിവൃത്തത്തിന് എങ്ങനെ മാറ്റം വരുത്തുക? ഇദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് സൈക്യാട്രിസ്റ്റ് ഡോക്ടറായി ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ സിനിമ എടുത്തില്ലെങ്കിൽ അങ്ങ് ഡോക്ടറാകിയല്ലോ. ചിലപ്പോൾ ആകത്തില്ല.